ആര്യസ് വെൽക്കം ടു ചാനൽ. ഇന്ന് വീട്ടിൽ നിന്ന് ഒരു വലിയ കുമ്പളങ്ങ കിട്ടി. അപ്പോൾ ആ വലിയ കുമ്പളങ്ങ വെച്ചിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരാശയത്തിൽ നിൽക്കുമ്പോഴാണ് കുറച്ച് ചക്ക ഒരു അരമുറി ചക്ക ഇരിപ്പുണ്ടായിരുന്നു. ചക്ക വെച്ചിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ രുചിയിൽ നല്ല രുചികരമായ രീതിയിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു പുഴുക്കെന്ന ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുമ്പളങ്ങ ചെറുതായിട്ട് മുറിച്ചു കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ അത് വേവിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ചക്ക അരിഞ്ഞതിൻ്റെ അകത്ത് കുറച്ചധികം ചക്കക്കുരു വേണം. ചക്കക്കുരു അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. മത്തങ്ങ പുഴുക്കിൻ്റെ അകത്തിട്ട് നല്ല രുചി ഉണ്ടാവും. അപ്പം മത്തങ്ങ ചെറുതാക്കി നുറുക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചക്കയും ചക്കക്കുരുവും മത്തങ്ങയും. ഇനി അതെടുത്ത് സെപ്പറേറ്റ് നമ്മൾ വേവാൻ വയ്ക്കുന്നുണ്ട്. മത്തങ്ങ പെട്ടെന്ന് വെന്തോളും, ചക്കപ്പുഴുക്കിൻ്റെ ഒപ്പം തന്നെ വെന്തോളും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചക്കപ്പുഴുക്കിന് വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, ചുവന്നുള്ളിയൊക്കെ കൂടി അരക്കില്ലേ, ആ അരപ്പിൻ്റെ കൂട്ട് കടുക് വറുത്തിട്ട് നന്നായിട്ട് ഒരു പച്ചച്ചുവയൊക്കെ നല്ല രീതിയിൽ മാറി കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി നല്ലൊരു പച്ചച്ചുവ മാറ്റിയെടുക്കണം. അതിനുശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അരമുറി കപ്പ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കുറച്ച് എള്ളും കൂടെ ഇട്ടാണ് അത് വേവിച്ചെടുത്തത്. പിന്നെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ആ ചക്കയുടെ കൂട്ടെല്ലാം കൂടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിടാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി അതിനകത്ത് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുഴച്ച് നല്ല അടിപൊളിയാക്കി ഇളക്കി മറിച്ച് തിരിച്ച് എടുക്കുക. അപ്പോൾ എന്തായാലും കുറച്ച് ബീഫും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്ത് ഒന്നും കൂടെ ഒന്ന് വരട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചക്കപ്പുഴുക്കിന് നല്ല കോമ്പിനേഷനായിരുന്നു. നല്ല കോമ്പിനേഷനായിട്ട് നല്ല രുചികരമായ ചക്കപ്പുഴുക്കും നല്ല അടിപൊളിയായിട്ടുള്ള കറിയും. അപ്പോൾ രണ്ടും കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ വരുന്ന സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് രുചികരമായ രീതിയിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നുള്ളത് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളും അതുപോലെ പെട്ടെന്ന് തോന്നിയൊരാശയത്തിൽ ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.